നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്ന് രാജ്യവ്യാപക പണിമുടക്ക്. ഇന്നലെ അർദ്ധരാത്രി തുടങ്ങിയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി സമാപിക്കും. തമിഴ്നാട്, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ പണിമുടക്ക് ബാധിച്ചിട്ടില്ല. KSRTCയിലെ ഇടത് യൂണിയനുകൾ പണിമുടക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മിക്കയിടത്തും സർവീസുകൾ മുടങ്ങി. സ്വകാര്യ ബസ്സുകളും നിരത്തിലിറങ്ങിയില്ല. ഓട്ടോ, ടാക്സി തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങൾക്ക് നിരത്തിലിറങ്ങാൻ തടസ്സമില്ലെന്നും കഴിയുന്നതും പണിമുടക്കിനോട് സഹകരിക്കണമെന്നും തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാസർഗോഡ് മഞ്ചേശ്വരം തുമിനാട് മകളെയും ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇന്ന് രാവിലെ തെളിവെടുത്തു. പ്രതി ഉമ്മർ ഫറൂഖിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചാണ് പോലീസ് തെളിവെടുത്തത്. 2-ാം തീയതിയാണ് 18 വയസ്സ് മാത്രമുള്ള ഏക മകൾ മറിയം ജുമൈലയെയും ബന്ധു ഷെയ്ഖ് കുഞ്ഞിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതിയെ 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഉമ്മർ ഫറൂഖും ഭാര്യ തായറയും തമ്മിലുള്ള കുടുംബ പ്രശ്നം ചർച്ച ചെയ്യുന്നതിനിടയിലുണ്ടായ വാക്തർക്കമാണ് 2 കൊലപാതകങ്ങളിൽ കലാശിച്ചത്. ഷെയ്ഖ് കുഞ്ഞിന്റെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം. അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ വിമാനാപകടം സാങ്കേതിക തകരാർ മൂലമല്ല, മറിച്ച് പൈലറ്റ് മനഃപൂർവ്വം വരുത്തിവെച്ചതാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതായി റിപ്പോർട്ട്. എഞ്ചിനിലേക്കുള്ള ഇന്ധനം പൈലറ്റ് മനഃപൂർവ്വം ഓഫ് ചെയ്തതാണെന്ന് ദുരന്തത്തിന് കാരണമായതെന്ന് ഇറ്റാലിയൻ പത്രമായ കൊറിയർ ഡെല്ല സെറ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടന്ന ചർച്ചകളെ ഉദ്ധരിച്ചാണ് ഈ വിവരം പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറലിന്റെ ഔദ്യോഗിക റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് അന്തിമ നിഗമനത്തിലെത്തുന്നത് അകാലത്തിലുള്ളതാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. കംബോഡിയയിൽ ആഗോളതലത്തിൽ പ്രവർത്തിച്ചിരുന്ന വൻ ഓൺലൈൻ തട്ടിപ്പ് ശൃംഖലകൾക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിച്ചു. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഏകദേശം 200 തട്ടിപ്പ് കേന്ദ്രങ്ങൾ പൂട്ടിച്ചതായി കംബോഡിയൻ സർക്കാർ അറിയിച്ചു. വിയറ്റ്നാം അതിർത്തിക്കടുത്തുള്ള കംബേറ്റ് പ്രവിശ്യയിലെ ഒരു കേന്ദ്രത്തിൽ നടന്ന പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. അവിടെ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രത്തിൽ ഒരു വ്യാജ ഇന്ത്യൻ പോലീസ് സ്റ്റേഷനും മഹാത്മാഗാന്ധിയുടെ ചിത്രവും കണ്ടെത്തി. ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനാണ് ഇത്തരം വ്യാജ സംവിധാനങ്ങൾ ഇവർ ഒരുക്കിയിരിക്കുന്നത്. ബാങ്കുകൾ സാമ്പത്തിക ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് തെറ്റായ രീതിയിൽ വിൽക്കുന്നത് തടയാൻ കർശനമായ കരട് നിയമങ്ങളുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് ആവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ഒഴിവാക്കുന്നതിനുമാണ് RBI പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.